അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോളെ സീനത്തെ, ഉപ്പ അതാ സീനത്തിനെ വിളിക്കുന്നു. ആ ഉപ്പ, കുഞ്ഞെവിടെ? ഉപ്പ, കുഞ്ഞോ? അത് എവിടെടേ കുഞ്ഞ്? ഏ മോനെവിടെ? ഉപ്പ, ആ കുഞ്ഞിന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ പൊന്നു മോളെ, നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നിൻ്റെ ആ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ? ഉപ്പ, അപ്പം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലേ ഉപ്പ ചോദിക്കുന്നത്? അതെ, അറിഞ്ഞിട്ട് തന്നെയാണ്. ഉമ്മ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നു മോളെ, നീ ഇത്രയധികം കസ്വത്തുൽ കൽബുള്ള ആളായിപ്പോയല്ലോ. എന്തിനാണ് ആ കുഞ്ഞിനെ, ആ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ നീ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ? എന്ത് കാര്യത്തിനാ? പറയടി, പറ. നിനക്ക് എന്താ അതുകൊണ്ട് കിട്ടാൻ? എനിക്ക് പഠിക്കാൻ പോകണം. പഠിക്കാലോ, നിനക്ക് പഠിക്കാൻ പോവാലോ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട്. അതിന് ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ മോളെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തോടു കൂടി ഒന്ന് പറഞ്ഞേക്കണം കാര്യങ്ങളൊക്കെ. ഉപ്പ, അത് വേണ്ട. അയാൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ കുറച്ച്, അതൊന്നും എനിക്ക് പാലിക്കാൻ തയ്യാറില്ല. ഒരു വീട്ടിലെ അടിമയായിട്ട് ജീവിക്കാമെന്ന് എന്നെ കിട്ടില്ല. ഞാനേ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പഠിക്കാൻ പോയിട്ട് ഞാനൊന്ന് ഉന്നതങ്ങളിൽ എത്തട്ടെ. ഇത് എന്നും ഓരോരുത്തരുടെ കീഴിൽ നിന്ന് എനിക്ക് മടുത്തിക്കണ്. ഇനി ആവൂല. ഇനി ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ കുറച്ച് നോക്കട്ടെ. മോളെ, എന്തിനാ നീ നിൻ്റെ ഭാവി ജീവിതം നശിപ്പിക്കുന്നത്? നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയതായിരുന്നു, വീണ്ടും നീ നശിപ്പിക്കുവാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ബാപ്പ, എന്നോട് ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട നിങ്ങൾ. കുഞ്ഞവിടെ നിൽക്കട്ടെ. അതിനെന്താ, കുട്ടിയുടെ വീട്ടിൽ തന്നെ അല്ലേ? ആ, സുഖിച്ചിങ്ങനെ കുട്ടിയുടെ ബാപ്പ പൊയ്ക്കണല്ലോ. അങ്ങനെ സുഖവും സമാധാനം ഞാൻ കൊടുക്കൂല അവർക്ക്. എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് അവർ നല്ല മട്ടത്തിൽ. ഉപ്പ, ഇനി എനിക്ക് കിട്ടൂല. ഞാനും കുറച്ച് കളി കളിക്കട്ടെ. എടി, കളി കുറേ കളിച്ചാണ്. ഇനിയും കളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ബാപ്പയും ഉമ്മയും എന്നെ തിരിഞ്ഞു നോക്കൂല കേട്ടോ. അത് ഓർത്തോ. ഒരിക്കലും. ഒരു പ്രാവശ്യം എന്നെ നല്ലൊരു കുടുക്കിൽ നിന്ന് കുടുങ്ങിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആ ഷമീറും ഒക്കെയാണ്. എന്നിട്ടിപ്പോൾ വീണ്ടും നീ ഓരോന്നിനെ, അതിനെന്താ, പഠിക്കുന്നതിനെന്താ ഇത്ര വലിയ തടസ്സം? അതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഞാനങ്ങ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം പഠിക്കുക എന്ന് വെച്ചാൽ അത് എനിക്കെന്താ പറ്റൂലേ? പൊന്നു മോള്, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കുഞ്ഞിനെ കൊണ്ടുവരണം. നീ പാല് കുടിക്കണ കുട്ടിയാണ്. ഇതിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ ഈ സമയം തന്നെ അതാ ഉമ്മ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഹലോ. ആ, കുട്ടിനെ അവിടെ വെച്ചിക്കണല്ലേ ഓള്? ആ, അതിനെന്താ, കുട്ടിക്ക് ഞാൻ പാലിപ്പോൾ കുറച്ച് ആട്ടുംപാൽ കിട്ടുമോ ചോദിച്ചേ. അപ്പോൾ അടുത്തത് വീട്ടിൽ നിന്ന് ഒരു കൊടന്ന് തരാമെന്ന് പറഞ്ഞ അര ഗ്ലാസ് പാല് 2-3 നേരം കൊടുക്കാനേ. ചെറിയ കുട്ടിയല്ലേ. എൻ്റെ പൊന്നു താത്തങ്ങൾ ക്ഷമിക്കോളം സ്വഭാവം എന്താ എനിക്കറിയില്ല. അത് സാരല്ല, എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ ഷെഫിനെ നോക്കിയ പോലെ തന്നെ എൻ്റെ ഷെഫിൻ്റെ കുട്ടിനെ എനിക്ക് നോക്കാൻ വിധി ഉണ്ടായിക്കോട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഇട്ടിട്ട് പോകണ്ടല്ലോ. ഓളെന്താ പഠിക്കാൻ പോകണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടുന്ന് പോയത്. ഏതായാലും പോയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം എൻ്റെ കുട്ടിനെ. എനിക്ക് ആരുമില്ലല്ലോ. ശരിക്കും ആ ഉമ്മ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം അതാ ഉപ്പ പറയുന്നു, മോളെ, നീ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു പോയിരുന്നെങ്കിൽ നമ്മളെ മോന് ഷാഹുലിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ. ഓൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കെട്ടി നമ്മളെ കുടുംബത്തിന് വേണ്ടി ഓൻ ജീവിച്ച് ഇപ്പോൾ കല്യാണം നോക്കാതെ കരുതിയതായിരുന്നു. നിൻ്റെ വിവാഹം സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് പോവുക, അവൻ്റെ വിവാഹം നടത്തുകയും ചെയ്യുക. ഓഹോ, അപ്പം അതൊക്കെയാണ് പ്ലാനിങ്. ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് വേറെ കല്യാണം നടത്താൻ അല്ലേ? ആ, ഷാഹുലിൻ്റെ കല്യാണം കഴിഞ്ഞോട്ട് എനിക്കിപ്പോൾ എന്താ, ഞാൻ പോലെ ശല്യപ്പെടുത്താനൊന്നും പോകണില്ല. പിന്നെ ഓന് കല്യാണം കഴിച്ചാണ് സുഖിക്കട്ടെ. ഒരു പെങ്ങളിവിടെ ഉണ്ടെന്നുള്ള ഓർമ്മയൊന്നും ഇല്ലല്ലോ. മോളെ, നിനക്ക് നല്ല ജീവിതം ഞങ്ങൾ നേടിത്തന്നു. രണ്ടാമത്തെ ജീവിതം നിനക്ക് തന്നിട്ടും നീ അതിന് പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ എന്താ, നിനക്ക് വേണ്ടി അവൻ ത്യാഗം സഹിച്ച് ഇവിടെ നോമ്പനുഷ്ഠിച്ച് നിൽക്കുക എന്നാണ് നീ പറയുന്നത്? ബാപ്പാ, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളി. എന്താന്നില്ലേ? ഒന്നുമില്ല, എന്തെങ്കിലും കൈക്കോടി. എനിക്കിപ്പോൾ എന്താ, ഞാൻ പഠിക്കാൻ പോവണേ. എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് നിൽക്കാനും താല്പര്യമില്ല. പിന്നെ നാത്തൂനെ കെട്ടിക്കൊണ്ടെന്നാലേ ഞാനും ഇവിടുത്തെ വേലക്കാരിയായി മാറും. അതിന് വേണ്ടിയിട്ടല്ലേ? മോളെ, അതല്ലേ പറഞ്ഞത്, നിന്നെ ആ പോലീസ് വിവാഹം കഴിക്കണേ നിനക്ക് പൊയ്ക്കൂടെ? അതിനു വേണ്ടി അദ്ദേഹം തയ്യാറായതാണല്ലോ. പിന്നെ നീ എന്താ പെട്ടെന്ന് മനം മാറിയുന്നതിൻ്റെ? അദ്ദേഹം ഇപ്പോഴും തയ്യാറാണ്, വിളിച്ച് ചോദിക്കുന്നുണ്ട്.
വേണ്ട, ആ വീട്ടിൽ വേലക്കാരിയെ പോലെ നിനക്ക് എന്നെ കൊണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. എന്താന്ന്, ഹിജാബ് ധരിച്ച് നടക്കണമെന്ന്. പിന്നെ എൻ്റെ പട്ടി പോവും ഹിജാബ് ധരിക്കാൻ. മോളെ, നിനക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ആ ഹിജാബൊക്കെ ഇട്ട്. പിന്നെന്താ പറഞ്ഞത്? ഉമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കണം. സ്വന്തം ഇഷ്ടത്തിന് വീട്ടിന് പുറത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റൂല. അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ച് അവിടെ അങ്ങനെ ജീവിക്കണം എന്നാണ് വിചാരം. പിന്നെ അതെ, വേറെ ആളെ നോക്കാൻ പറയും. മൂപ്പർക്ക് എന്താ വേറെ ആളെ കിട്ടില്ല, എന്നെ അന്വേഷിക്കണത്? മോളെ, നിന്നെ രക്ഷിച്ചതല്ല, നിനക്കൊരു ജീവിതം തരാമെന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ട വേണ്ട വേണ്ട, ഇനി അതിനെക്കുറിച്ച് എന്നോട് പറയേ വേണ്ട. ഇങ്ങോട്ട് കാട്ടിക്കണേ ഫോണ് ഒന്ന് വിളിച്ച്. മോളെ, ഇതാ ആസിഫ് സാർ വിളിക്കുന്നു. ഞാൻ എന്താ പറയേണ്ടത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉപ്പയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. ഹലോ, പിന്നെ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല കേട്ടോ. നിങ്ങളെന്താ എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണത്തിന് നിൽക്കുന്നത്? എന്ത് നിങ്ങൾക്ക് ഇതിലും ലാഭം കിട്ടാൻ? ബ്രോക്കർ പൈസ കിട്ടാനായിരിക്കും അല്ലേ? അതെ, ബ്രോക്കർ പൈസക്ക് നിങ്ങൾ വേള നോക്കി. എനിക്ക് വേണ്ട. പിന്നെ ഓലക്ക് അടിമയായിട്ട് ഞാൻ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഷമീറിനോട് പറഞ്ഞേക്ക് വേറെ ആളെ നോക്കാൻ. എന്നാൽ ആസിഫ് സാറിന് അത് കേട്ടപ്പോൾ വല്ലാതെയായി. എന്നാൽ ഉപ്പ പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട്, ഹലോ, അത് മോള് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഓരോന്ന് പറയാം കേട്ടോ. അത് സാരില്ല, മോൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇതിൽ നിന്ന് പിന്മാറായിരിക്കും നല്ലത്. കാരണം ഷമീർ കാത്തിരിക്കുകയാണ്. ഷമീറിനൊരു ആഗ്രഹം നെയ്യത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവളെ വിവാഹം കഴിച്ച് കുഞ്ഞിനെ നോക്കി നല്ലൊരു ജീവിതം തുടങ്ങാമെന്നൊക്കെ. അവൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റിൽ റൂം എടുത്ത് കൊടുക്കാമെന്ന് വരെ പറഞ്ഞത്. ഉമ്മ തന്നെ പറഞ്ഞത് ഇവിടെ ജീവിക്കാൻ പ്രയാസമായിരിക്കും ഈ കൊച്ചുകുടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, അപ്പോൾ അവർക്ക് ഫ്ലാറ്റിൽ അവൾ ജീവിച്ചോട്ടെ എന്ന് വരെ പറഞ്ഞതായിരുന്നു ഉമ്മ. മോൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ശരിക്കും ആ ഉപ്പ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയധികം ഓഫർ, നല്ല യുവാവായ സുന്ദരനായ പോലീസ് ഉദ്യോഗസ്ഥൻ. അതുമാത്രമല്ല, ആദ്യം വിവാഹം കഴിക്കുന്ന ആള് ഇവളെത്രയ്ക്ക് തന്നെയും രണ്ടാം ഘട്ടമല്ലേ, രണ്ട് മാത്രമാവില്ല. അതിൻ്റെ ഇടയിൽ രാജേഷിൻ്റെ കൂടെ പോയി എന്തൊക്കെ സംഭവിച്ചിരിക്കണം ആർക്കറിയാം. എന്തായാലും ഇവളുടെ ഒരു തീരുമാനം വല്ലാത്ത മോശം തന്നെ. എന്നാൽ ആസിഫ് സാർ പറഞ്ഞു, ഹലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഷമീറിനോട് പറയട്ടെ? ഷമീറിനോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന്, അവനെന്തൊക്കെയോ ആഗ്രഹിച്ചതാണ്. അവനവൻ്റെ കല്യാണത്തിന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്യണ രീതിയിലുള്ള നിക്കാഹിനൊക്കെ വേണ്ടിയുള്ള അങ്ങനെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ വേണ്ടത്? മോനെ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, ചോദിച്ചിട്ട് പറയാം. ശരിക്കും ഷമീറിനെ വിടാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഉപ്പ ചോദിക്കുന്നു, മോളെ, നിൻ്റെ തീരുമാനം വല്ല മാറ്റമുണ്ടോ? നല്ലൊരു ജീവിതം നീയായിട്ട് ഒന്ന് തട്ടി തെറിപ്പിച്ചു. രണ്ടാമത്തെ ജീവിതം പടച്ചോൻ അനുഗ്രഹം കൊണ്ട് നിനക്ക് വരുന്നുണ്ട്. പക്ഷെ നീ, ഉപ്പ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ളത്. പിന്നെ എൻ്റെ പിന്നാലത്തിൻ്റെ പേരിൽ നടക്കണ്ട. ഷാഹുലിൻ്റെ കല്യാണം നോക്കിക്കോളി, പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നാൽ അപ്പോഴേക്കും ഷാഹുലും അങ്ങോട്ട് എത്തിയിരുന്നു. മോളെ, എന്താ നീ പറയുന്നത്? ഇക്കാക്ക് കല്യാണം കഴിച്ചുള്ള പ്രശ്നമല്ല. പക്ഷെ നിന്നൊരു ഭാഗത്ത് കാക്കാതെ എന്തിനാ ഷാഹുലെ വെറുതെ എൻ്റെ നേർക്ക് വരുന്നത്? നിനക്ക് ഓൾക്ക് സുഖമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു അധികപ്പറ്റായി നിൽക്കുമ്പോൾ നിനക്കൊരു പ്രയാസമുണ്ടോ? അതുകൊണ്ടല്ലേ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണത് അല്ലേ? മോനെ, ഞാൻ നിങ്ങളാരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല. നിങ്ങൾ കല്യാണം കഴിച്ചോളി, എന്തായാലും കുഴപ്പമില്ല. എന്താ ധൃതി ഇപ്പോൾ കല്യാണം കഴിക്കായിട്ട്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണല്ലോ, നിൻ്റെ വിവാഹത്തിന് ശേഷം എനിക്ക് മതിയെന്ന് ഞാൻ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞതാണ്. ഒരിക്കൽ പോലും നീ ഭർത്താവില്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഭാര്യയുമായി കഴിയുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഷാഹുൽ, വല്ലാതെ അഭിനയിക്കേണ്ട എൻ്റെ മുമ്പിൽ നിന്ന്. നീ കല്യാണം കഴിച്ചു, എനിക്കിപ്പോൾ എന്താ? അതെ, എനിക്ക് ജീവിക്കാൻ ചില സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അനുസരിച്ച് ജീവിക്കാനും എല്ലാവർക്കും അനുസരിച്ച് ഇങ്ങനെ അടിമയായി നിൽക്കാനും എന്നെ കിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എൻ്റെ കുഞ്ഞിനെ വരെ ഞാൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ. അവർ നോക്കട്ടെ, എനിക്ക് പഠിക്കാൻ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യണം. എങ്കിലും പോവാലോ നിനക്ക് നിൻ്റെ വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന്. പിന്നെ ആ പെരട്ട കളവിൻ്റെ അടുത്ത് കുട്ടിനെ എടുത്തിട്ട് അവനെ സമ്മതിക്കോ? അവിടെ കൃഷിയും കാര്യങ്ങളുമായിട്ട് ഞാൻ ആകപ്പാടെ അങ്ങോട്ട് ഇടങ്ങാറാവാൻ വേണ്ടിയിട്ട് അല്ലേ? നല്ലൊരു ബന്ധം നീയായിട്ട് നശിപ്പിക്കരുത്, അത് വലിയൊരു നഷ്ടമായി തീരും. ഒരിക്കൽ പോലും നീ നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണോ പറയുന്നത്? ഷാഹുൽ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. ശരിക്കും ആങ്ങളക്ക് വരെ വെറുത്തുപോയി അവളുടെ സ്വഭാവം കണ്ടപ്പോൾ. പഠിച്ചോനെ, ഇങ്ങനെ ഒരുത്തിനാണല്ലോ എൻ്റെ പെങ്ങളായിട്ട് റബ്ബ് എനിക്ക് തന്നത്. അവൾക്ക് വേണ്ടി ചെറുപ്പം മുതൽ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു.
നല്ലൊരു വിവാഹം കണ്ടുപിടിച്ചു കൊടുത്തു, ഒക്കെ ഓള് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പം അത് മറ്റൊരു വിവാഹം വന്നപ്പോൾ അതും. ചുരുക്കി പറഞ്ഞാൽ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയാണാവോ, പഠിച്ചോ എന്തൊക്കെയാണാവോ വിചാരിച്ചിക്കണ്. റബ്ബേ, എനിക്കറിയുന്നില്ല. ശരിക്കും സീനത്തിന് വല്ലാത്തൊരു ദേഷ്യമാണ് വരുന്നത് ഇപ്പോൾ വീട്ടുകാരോടൊക്കെ. അന്ന് അവൻ ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ചു പോയി. ഉമ്മ, ഇന്ന് കുറച്ച് ലേറ്റാവും ഞാൻ വരാൻ കേട്ടോ, ഒരു വീട് പണിയുണ്ട്, ആ വീട് പണി കഴിക്കാനുണ്ട്, അതിൽ അത്യാവശ്യമായിട്ടാണ്, പെട്ടെന്ന് അവിടെ കുടിയിരിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. മോനെ, ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വലിയ വീട്? ഓ അതില്ലേ, ആ അത് ശരി. മോനെ, അത് കുടിയിരിക്കാനൊക്കെ ആയോ? ആ ഉമ്മ, എത്രങ്ങാനും വലിയ സ്ക്വയർ ഫീറ്റ് വീടാന്നോ. നമ്മളെ വീടൊക്കെ കണ്ടാൽ ഉമ്മ ഒരു ആട്ടിൻകൂടാണ് അവരുടെ മുമ്പിൽ. അവരുടെ വീടിനെ മതിൽ കെട്ടുന്ന കുറച്ച് ക്യാഷ് മതി, കുറച്ച് ഒരു ഭാഗത്തിൻ്റെ പൈസ മതി നമ്മളെ വീട്, അത്രേ വരുള്ളൂമ്മ. അത്രക്കും വലിയ കൊട്ടാരാണ് ഓലത്, സത്യമായിട്ടും. മോനെ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഉയരത്തിൽ കയറുമ്പോൾ എന്തൊക്കെ. ഉമ്മ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയല്ലേ, അതിപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, പിന്നെ ഇപ്പോൾ കിച്ചൺ വർക്കാണ്. അങ്ങനെ ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടു ഉമ്മ വീട്. ശരിക്കും ഫോട്ടോ കാണിച്ചു കൊടുത്തു ഉമ്മാക്ക്. ആ മോനെ, നല്ല രസമുണ്ടടാ, എന്താ ചെയ്യുക ഞമ്മക്കിപ്പോൾ. ഉമ്മ, ഇൻഷാ അല്ലാ നമ്മൾ ആ വീട് പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ ക്യാഷൊക്കെ കിട്ടുമ്പോഴേ നമ്മളെ വീടൊക്കെ ഒന്നും കൂടി പൊളിച്ച് സെറ്റാക്കണം. മോനെ, ഉപ്പാക്കിപ്പോൾ പഴയ പോലെ ജോലി ചെയ്യാനൊന്നും പോകാൻ വയ്യ. ഉപ്പ ആ ചെറിയൊരു പേടിയിൽ അങ്ങനെ നിന്ന് പോവല്ലേ. പിന്നെ എൻ്റെ കുട്ടി ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയൊക്കെ എടുത്ത് കിട്ടിയിട്ടും വേണ്ടേ. ഉമ്മ, അതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോഴേക്കും. മോനെ, കല്യാണക്കാര്യം ഉപ്പ പറഞ്ഞു കേട്ടില്ലേ. എൻ്റെ പൊന്നുമ്മ, എങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ ഒരു പുതിയണ്ണുങ്ങൾ കയറി വരുമോ? ഒരു നല്ലൊരു വീട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കണ്ട. കുറേ ആയില്ലേ ഇപ്പോൾ, ഇത് പഴയ വീടായില്ലേ. ഇൻഷാ അല്ലാ വീടൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് കല്യാണക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. മോനെ, മോൻ്റെ ഒപ്പമുള്ളവരെ കല്യാണം കഴിച്ചില്ലേ ഉമ്മ, അത് നോക്കണ്ട. ഓരോരുത്തർക്ക് സാമ്പത്തിക ശേഷി അങ്ങനെ ആയിരിക്കും. ഉമ്മ, ഒരു മഹറിനുള്ള ക്യാഷ് പോലും ഇപ്പം എൻ്റെ അടുത്തില്ല. ഇൻഷാ അല്ലാ സ്വർണത്തിനൊക്കെ ഈ രൂപത്തിലും വില കൂടിയ സമയത്ത് ഒരു പവൻ മഹറിനെ വാങ്ങാൻ എത്ര വേണം? അതൊക്കെ എൻ്റെ കയ്യിൽ കുറിക്കൊക്കെ ഉണ്ട്, കുറിയൊക്കെ കിട്ടുമോ എന്തോ അതൊന്നും അറിയില്ലമ്മ. മോനെ, അത് സാരമില്ല, ഉമ്മാൻ്റെ കൈമത്തെ ഈ വള കൊടുത്തിട്ടെങ്കിലും ഈ മഹറിന് എന്തെങ്കിലും വാങ്ങിക്കുക, ഒരു കൈച്ചേനായാലും പോരെ. ഉമ്മ, അതൊക്കെ ഇൻഷാ അല്ലാ തിരക്കില്ല, നമുക്ക് നോക്കാലോ. അല്ല മോനെ, ഉമ്മ സീനത്ത് ഇവിടെ നിൽക്കുന്ന കാലത്ത് ഞാൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ലമ്മ. കാരണം അവൾ ഭർത്താവില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉമ്മ ഭാര്യയുടെ കൂടെ ജീവിക്കുക? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ആങ്ങളുടെ ആ ഒരു വാക്കുകൾ കേട്ട ഉമ്മയും ഒന്ന് ഞെട്ടി. മോനെ, എന്താ ചെയ്യുക, ഓൾക്ക് നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കായിട്ടല്ലല്ലോ, ഓളോളം തോന്നിയ മാതിരി കാട്ടല്ലേ. അതെ, ആദ്യം നല്ലൊരു ഷെഫി ഉസ്താദിനെ റബ്ബെ കൈവിട്ടു പോയി, ആ വേദന മനസ്സിന്ന് മാഞ്ഞിട്ടില്ല. ഇപ്പോൾ അതാ ഷമീർ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ദീനീബോധമുള്ള ആൾ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര നല്ല ബന്ധങ്ങൾ അവൾ വേണ്ട വെക്കല്ലേ. അവൾക്കൊന്നാമത് ഇസ്ലാമികമായി ജീവിക്കണം ഇഷ്ടമല്ല, ദീനീപരമായി ജീവിക്കണം അവൾക്ക് ഇഷ്ടമല്ല. അതുതന്നെയാണ്, ഓൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കണം. ഇതിൻ്റെ അടിയും നന്നായിരുന്നു ഓളാ രക്ഷപ്പെട്ട സമയത്ത്. ഇപ്പോൾ പിന്നെയും പഴയ പോലേക്കാണ്. പഠിച്ചോ നന്നാക്കാൻ വിചാരിച്ചാൽ തന്നെ നന്നാക്കുള്ളൂ, അത് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ തന്നെ നന്നാക്കുള്ളൂ. എന്നാലും ആ പോലീസ് ഓൾ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിട്ടും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞല്ലോ, സമ്മതിച്ചില്ലല്ലോ ഓള്. അതും ഉമ്മ സാരല്ല, അതിൻ്റെ വിധി എടുത്തിട്ടുണ്ടാവില്ല. ഉമ്മ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഏതാ അവൻ വീണ്ടും വർക്കിന് വേണ്ടി എത്തി. അവൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി നേരെ ഏതാ ആ വലിയ വീട്ടിലേക്ക്. അടുക്കളയുടെ വർക്ക് ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മുതലാളിയോട് പറഞ്ഞിരുന്നു ഷാഹുൽ. അത് എങ്ങനെ അതിൻ്റെ മോഡലൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. പല ഐറ്റംസിലുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ഉണ്ടല്ലോ. അതിലിപ്പോൾ നമുക്ക് കിച്ചൺ കബോർഡ്സ് വർക്കൊക്കെ ആകുമ്പോഴേ സ്ത്രീകളോട് ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും നല്ലത്. അങ്ങനെ ആ മുതലാളിയുടെ സുന്ദരിയായ ഭാര്യയും അവരുടെ 2 മക്കളും അങ്ങോട്ട് വരുന്നു. ചെറിയത് മോനാണ്, 10 വയസ്സ് പ്രായം തോന്നിക്കുകയുള്ളൂ. എന്നാൽ മൂത്തവളായ ആ ഒരു പെൺകുട്ടി ഏകദേശം ഒരു 18 വയസ്സ് തോന്നിക്കും. അങ്ങനെ അവരതാ അടുക്കളയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ, മോളെ നീ ഇൻസ്റ്റയിലൊക്കെ കാണാറില്ലേ മോളെ, ഇവിടെ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് അത് കാണിച്ചു കൊടുത്തേ. പെട്ടെന്ന് അതാ അവൾ അവനോട് ചോദിച്ചു, ID തരുമോ? എന്നാൽ ഞാൻ കുറച്ച് ഫോട്ടോസ്. ആ ഓക്കെ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ID പറഞ്ഞു കൊടുത്തു. അവൾ കുറച്ചധികം
പെട്ടെന്ന് ഫോളോ ചെയ്ത് കുറച്ചധികം ഫോട്ടോസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലുള്ള ഈ ഡിസൈന് ഇത് കിച്ചണിൻ്റെ ആ ഒരു വിൻഡോയുടെ ഭാഗത്തൊക്കെ ആകുമ്പോഴേ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കളറ് ഇത് നല്ലൊരു അട്രാക്ഷൻ വരുന്നൊരു കളറാണ്. ഇതും ഓക്കെയാണ്. ഇതാക്ക ലുമ, ഇത് മോളെ നിൻ്റെ ഇഷ്ടം പോലെ പറ. അവളാണ് ഡിസൈനിങ്ങും അതും ഇതൊക്കെ ചെയ്യുന്ന ആൾ, ഞാനല്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അവൾ ഓരോ വീടിൻ്റെ മോഡൽ ഉപ്പാക്കും എനിക്കൊക്കെ വേണ്ടി കാണിച്ചു തരും, അതൊക്കെ തന്നെ. ഞങ്ങൾ കൂടുതലായിട്ട് ടൈമൊക്കെ നിൽക്കലില്ല. ഈ വീടിൻ്റെ ഒരു ഏകദേശം ലുക്കൊക്കെ എൻ്റെ മോള് പറഞ്ഞ രീതിയിലാണ്. എഞ്ചിനീയർമാരും അവളുമായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റൊക്കെ ചെയ്തിട്ട് റെഡിയാക്കിയതാണിത്. അങ്ങനെ അതാ അതിനുള്ള മോഡൽസൊക്കെ അവൾ വിട്ടുകൊടുക്കുന്നു. ഷാഹുൽ അത് നോക്കി കുറേയൊക്കെ മോഡൽ, ഇതൊക്കെ ഞാൻ ചെയ്യും, ഇത് ഏതും ചെയ്യും ഞങ്ങൾ. പിന്നെ കളർ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഒരിക്കലും ഇത് നനവ് തട്ടിയാലും ചിലതൊന്നും ഒന്നും കേടുവരാത്ത ടൈപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലതായിക്കോട്ടെ, അങ്ങനെ ആകുമ്പോഴേ കംപ്ലൈൻറ്റും ഇല്ലല്ലോ. ഇല്ല, നല്ല ക്വാളിറ്റി സാധനം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അങ്ങനെ അവൾ അതൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അവിടെയൊക്കെ മോഡലുകൾ കാണിച്ചു കൊടുത്ത് ഉമ്മയും അവളും തിരിച്ചു പോകുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ പോലീസ് വീണ്ടും ആസിഫിന് വിളിക്കുകയാണ്. ആസിഫ് സാർ, എന്തായി കാര്യങ്ങൾ? വിളിച്ചോ? എന്ത് പറഞ്ഞത്? ഷമീർ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനൊന്ന് അങ്ങോട്ട് വരാം. അങ്ങനെ അവർ തമ്മിൽ രണ്ടുപേരും ആ വയൽവരമ്പത്ത് ഇരിക്കുന്നു. എന്ത് സർ പറഞ്ഞത്? എൻ്റെ പൊന്നു മോനെ, അത് വേണ്ടടാ. അത് കേട്ടപ്പോൾ ഷമീറിന് ആകപ്പാടെ വിഷമം തോന്നി. എന്താ സർ പറഞ്ഞത്? അത് നമുക്ക് വേണ്ട സർ, കഴിയില്ല. ഞാൻ എൻ്റെ മനസ്സൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു പോയി. പിന്നെ ഞാൻ വിചാരിച്ചു അവളുടെ ഒരു സംരക്ഷണ ചുമതല ഏറ്റെടുത്താൽ എനിക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവുമല്ലോ, ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അത് വേണ്ട നമുക്ക്. വീണ്ടും ആസിഫ് അത് പറഞ്ഞപ്പോൾ, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതിനെ എങ്ങനെ പിടിച്ചു മാറ്റാൻ പറ്റുമോ? അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? എന്താ സാർ പറ കാര്യം? അവൾക്ക് നിന്നെ വേണ്ടാന്ന്, അതുതന്നെ. അത് കേട്ട ഷമീറിൻ്റെ കൈകാലുകൾ തളർന്നു. അവൻ്റെ കണ്ണുകളിൽ ഇരുട്ടടച്ചു. റബ്ബേ, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിപ്പോയി. അല്ലാ. അദ്ദേഹം ആസിഫിൻ്റെ നെഞ്ചിലേക്കങ്ങ് മുഖം വെച്ച് പൊട്ടിക്കരഞ്ഞു. സർ, ഞാൻ എന്താടാ നീ കരയുന്നത്? അവൾ പോട്ടെ, അവൾ പോണ വഴിക്ക് പോട്ടെ, നമുക്ക് വേറെ കിട്ടൂലേ? സർ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് വേണ്ടി ഇന്നും ഞാൻ എൻ്റെ റൂമിൽ ബെഡും കട്ടിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതെ, അവൾക്ക് പഠിക്കണത്രേ. ഞാൻ പഠിപ്പിക്കുമല്ലോ. അവൾ എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ പറഞ്ഞതാണല്ലോ, ഫ്ലാറ്റിൽ അവൾക്കൊരു റൂം എടുത്ത് മോനെ താമസിച്ചോളൂ, ഇവിടെ ഒന്നും പെൺകുട്ടികൾ നിൽക്കൂലെന്ന് പറഞ്ഞതാണല്ലോ. അതൊക്കെ ആക്കിയിട്ടും അതെ, അവൾക്ക് ചില നിബന്ധനകളുണ്ടത്രേ. അത് നിങ്ങളുടെ നിബന്ധനക്ക്, നീ പറഞ്ഞ നിബന്ധനകൾക്ക് അവൾ അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. സാർ, ഞാനെ കുറിച്ച് ചിന്തിക്കണ്ട. അത് പോണ വഴിക്ക് പോട്ടടാ, നമുക്ക് വേറെ കിട്ടൂലേ? സാർ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ ഇടനെഞ്ച് പൊട്ടിപ്പോവുകയാണ്. സീനത്തിനെ കുറിച്ച് ഓർത്ത് മാത്രമായിരുന്നു അവൻ്റെ ദിനങ്ങൾ തള്ളി നീക്കിയത്. ആയിഷയെ കണ്ടിട്ട് പോലും നമ്മുടെ ഷമീർ അതിലേക്ക് വീണു പോകാതിരുന്നത് അതേ നിയന്ത്രണം പലതവണ തെറ്റിയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സീനത്തിനെ മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഇണയായി സ്വീകരിക്കണം, അവളെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു വാശിയുള്ളത് കൊണ്ട് മാത്രമാണ് ആയിഷയെ പോലും വല്ലാതെ നമ്മുടെ ഷമീർ ശ്രദ്ധിക്കാതിരുന്നത്. എന്നാൽ ഈ വാർത്ത കേട്ട ഷമീറിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. വല്ലാതെ കരഞ്ഞു അവൻ. ആസിഫ്, എനിക്ക് സഹിക്കാൻ കഴിയണില്ലടാ, ഞാൻ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, അതങ്ങ് മറന്നോളൂ. എത്ര നല്ല നല്ല ആളുകൾ മരിച്ചു പോകുന്നു, അവൾ അത്ര നല്ലതൊന്നല്ല. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിനെ വഞ്ചിച്ച് കളഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നീ രക്ഷപ്പെടുത്തി, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടെത്തി, എന്നിട്ട് പോലും അവൾക്കൊരു മനസാക്ഷി ഇല്ലല്ലോ. സർ, ഞാൻ എൻ്റെ ഉമ്മയോട് ഇതെങ്ങനെ പറയും? എനിക്കറിയുന്നില്ല. ശരിക്കും ഷമീർ ഏകാന്തമായി. അവൻ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല.
SI സാറ് വന്നിട്ടില്ല. എല്ലാവരും വിവരം അന്വേഷിച്ചു. അവൻ ഫോൺ പോലും എടുത്തിട്ടില്ല. ഉമ്മ ഫോൺ എടുത്തു. ഹലോ. അല്ല, നമ്മുടെ SI സാറ്, എൻ്റെ കുട്ടി പനിച്ച് കിടക്കുകയാണ്, നല്ലോണം പനിയുണ്ട്, ഫോൺ പോലും എടുക്കാൻ കഴിയുന്നില്ല. മോനെ, മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് എണീറ്റാണെങ്കിൽ, എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് വിളിച്ചു പറയാൻ കഴിയായിട്ടാണ് ഉമ്മ. എൻ്റെ കുട്ടി എന്താ പെട്ടെന്നൊരു പനി പിടിക്കലെന്തേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. വല്ലാത്തൊരു പുതുമനെ, വരി ഹോസ്പിറ്റലിലേക്ക് പോകാം. ഉമ്മ, അതൊന്നും വേണ്ട ഉമ്മ. ഇതെൻ്റെ ശരീരത്തിൻ്റെ പനിയല്ല ഉമ്മ, എൻ്റെ മനസ്സിൻ്റെ പനിയാണ്. എന്താ മോനെ നീ പറയുന്നത്? എൻ്റെ കുട്ടി എണീറ്റാണ്, വരി കുറച്ച് കഞ്ഞി കുടിക്കുക. അമ്മ നല്ല ചൂടുള്ള കഞ്ഞിയും ഇട്ടക്കണം, വരി. അങ്ങനെ അതാ ഷമീറിൻ്റെ ഉമ്മ അവൻക്ക് കഞ്ഞി വാരി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നല്ല ചെറുനാരങ്ങ അച്ചാറുണ്ട്, ഇത് കൂട്ടി കുടിച്ചാൽ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാൻ്റെ കുട്ടിക്ക് നല്ല പനിയാണല്ലോ. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിയത്? ഭക്ഷണം കഴിച്ച് അദ്ദേഹം വീണ്ടും കിടന്നു. ഉമ്മ മതി എനിക്ക്, മോനെ കുറച്ചും കൂടെ മതി ഉമ്മ. എന്നാൽ എന്തെന്നറിയില്ല, വല്ലാത്ത വിഷമം, വേദന. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അഗാധമായ ദുഃഖം അവൻ്റെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്നതായിട്ട് ഉമ്മാക്ക് തോന്നി. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിയത്? ഇങ്ങനല്ലല്ലോ എൻ്റെ കുട്ടി സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് എല്ലാ കാര്യത്തിലും സ്മാർട്ടായി ഓടി നടന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റേഷനിലേക്കും പോകും. എൻ്റെ പൊന്നു മോൻ എന്താ റബ്ബേ പറ്റിയത്? എന്നാൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ നമ്മുടെ ഷമീർ ആ വയലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്താ പറ്റി? എന്നോട് പറയും മോനെ, ഉമ്മാൻ്റെ കുട്ടി. ഉമ്മ ഒന്നുമില്ലമ്മ. എന്താ ഉമ്മ? മോനെ എന്താ റബ്ബേ? എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആസിഫ് അതാ അങ്ങോട്ട് വരുന്നു. എൻ്റെ കുട്ടിക്ക് എന്താ അറിയില്ല, ഓനൊരു മാകപ്പാടൊരിടങ്ങാറായ മട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നിരുന്ന് കണ്ടൊന്ന് വർത്താനം പറഞ്ഞാൽ ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ടൊക്കെ റെഡിയാവും. എടാ, എന്ത് നീ ഇങ്ങനെ എന്തെന്ന് സ്റ്റേഷനിലും പോയില്ല? എന്നെയും വിളിച്ചു ചോദിച്ചു, DGP സാർ വിളിച്ചിരുന്നു. അതെ, പിന്നുണ്ടല്ലോ, ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ ഇത്? എൻ്റെ കയ്യിൽ DGP സാർ തന്നതാണ്. ഇതെന്താ നോക്കിക്കേ. ശരിക്കും ഷമീർ ആ ഒരു കവർ തുറന്നു നോക്കി. അപ്പോഴതാ എൻ്റെ മനോഹരമായ കൊച്ചു വീടും, അതെ വയലും, അതിലേക്ക് നടക്കുവാനുള്ള ആ ഒരു വഴിപ്പാതയും, ഉമ്മറത്ത് ഇരിക്കുന്ന ഒരു ഉമ്മയും, തൊട്ടരികിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും. ശരിക്കും ആ കാഴ്ച കണ്ട് ഷമീർ, ഇത് അതേടാ DGP സാറിന് മോള് വരച്ചതാണ്. എന്താലേ ശരിക്കും, എന്താ ലുക്ക്! ഈ ഒരു ചിത്രത്തിനൊക്കെ അവൾക്ക് നല്ല അവാർഡ് കിട്ടുട്ടോ. അടിപൊളി, മാഷാ അല്ലാ. ശരിക്കും ഷമീർ ആ ചിത്രത്തിലേക്ക് നോക്കി. എന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന അത് മറ്റൊന്നുമല്ലായിരുന്നു. അവിടെ വെച്ചേക്ക ചിത്രം, എനിക്കതിപ്പോൾ കാണുവാനുള്ള മൂടില്ല. എടാ, നിന്നെ സ്നേഹിക്കുന്നൊരു കുട്ടി ഇത്രയധികം വരച്ചിരിക്കുന്നു, നിൻ്റെ വീടും പരിസരവും നിങ്ങളെയൊക്കെ. അപ്പോൾ ഒരു ലൈക്കെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം സാറേ, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ശരിക്കും ഷമീറിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് ആസിഫിന് വരെ സങ്കടം തോന്നി. കാരണം അവൻ മാസങ്ങളായി മനസ്സിൽ കൊണ്ടുവന്ന് വെച്ച് നടക്കുന്നതാണ്. അവളെ കിട്ടിയ ഉടനെ തന്നെ അവളെ ഏറ്റെടുക്കും, സംരക്ഷിക്കും, അവളെ എൻ്റെ ഭാര്യയാക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. പെട്ടെന്ന് ഇവൾ വാക്ക് മാറണ അറിയില്ലല്ലോ പാവം ഷമീർ. ഷമീറിൻ്റെ കാര്യത്തിൽ അതാ ആസിഫ് ആശ്വസിപ്പിച്ചു. സാറില്ലടാ, അതിനേക്കാളും ഹൈറായത് അള്ളാഹു നിനക്ക് നൽകും. ഈ നോക്കിക്കോ, അതിനേക്കാളും ഹൈറായത് പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കും. നോക്കിക്കോ, എന്തിനാണ് വേണ്ടാത്തതിനെ? നമ്മളെ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പിന്നാലെ പോകുന്നത് ശരിയല്ല. നമ്മളെ വേണ്ട, നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകരുത്. നമ്മളുടെ നല്ല ജീവിതം അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ എനിക്ക് ഹൈറായത് കൊണ്ടാ നീ ചോദിക്കടാ. അതെ അത്. എന്നാൽ ഉമ്മ ചായയുമായി വന്നു. മോനെ, ഇത് കുടിച്ചോളി. ഉമ്മ ചായയൊന്നും വേണ്ടില്ലായിരുന്നു. ഉമ്മ, മോൻ്റെ കാര്യത്തിൽ ഉമ്മ ദുആ ചെയ്യണം കേട്ടോ, അവനക്ക് അതിനേക്കാൾ ഹയറായത്. അല്ല മോനെ, എന്തായി? അത് നിക്കാഹിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഡേറ്റ് ഇങ്ങനെ ഇന്ന് ഫിക്സ് ചെയ്യുകയാണെന്നൊക്കെ. പിന്നെ ഒരു വർത്താനില്ല, എന്തേ പറ്റിയത്? ഉമ്മ, തൽക്കാലം ഷമീറുമായുള്ള വിവാഹത്തിൽ നിന്ന് അവൾ പിന്മാറിയിട്ടുണ്ട്. പിന്നെ ഇനി അതിനെക്കുറിച്ച് പെട്ടെന്ന് ഉമ്മ ഞെട്ടിപ്പോയി. മോനെ, എൻ്റെ കുട്ടി അത്യധികം ആഗ്രഹിച്ചൊരു ദിവസങ്ങളായിരുന്നു അത്. എന്താ അവൾക്ക് പറ്റിയത്? ഓൾ എന്താ അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ ഫ്ലാറ്റിൽ പോയി ജീവിച്ചോളിന്ന്. എൻ്റെ കുട്ടിനെ എന്തിനാ അവൾ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചത്? എൻ്റെ കുട്ടി എത്ര വിഷമിച്ചു അതിൻ്റെ പേരിൽ. എന്തിനാണ്? ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ? ഇത് ഒക്കെ റെഡിയായി വന്നപ്പോഴേ പെട്ടെന്നാണ്
എൻ്റെ കുട്ടിയെ വിഷമിപ്പിച്ചത് ശരിക്കും ഷമീറിൻ്റെ അടുത്തേക്ക് ഉമ്മ വന്നു. ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു. എൻ്റെ കുട്ടിക്ക് അതിനേക്കാളും ഹൈറായത് അള്ളാഹു നൽകുട്ടോ, എൻ്റെ കുട്ടി കരയണ്ട ഉമ്മ. അവൻ വിതുമ്പി കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.